again. Welcome to Sigma Entrance Coaching conducted by Vrinda Science Hub and Elusive Charitable Trust. ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി പാർട്ട് 2 ആണ്. ആക്ച്വലി നമ്മൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കുറെ ഡിസ്കസ് ചെയ്തു. അപ്പോഴാണ് കുറച്ച് കുട്ടികൾ പറഞ്ഞത് റെസിസ്റ്റേഴ്സ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഒക്കെ മറന്നുപോയി, കംപ്ലീറ്റ്ലി മറന്നുപോയി, ഒന്നും ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് ഓർത്തെടുക്കാം. ഓംസ് ലോ, അതുപോലെ തന്നെ ഈ റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള കൊച്ചു കൊച്ചു പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 20 million electrons reaches from point X to Y in 2 microseconds as shown in the figure. The direction and magnitude of the current is 1.5 into 10 raised to minus 10, minus 6, minus 13 and minus 4. പിന്നെ അതിൻ്റെ ഡയറക്ഷനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഡയറക്ഷനും മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഗിവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഗിവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 into 10 raised to 6. പിന്നെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, Q is equal to NE. ഓർമ്മയുണ്ടോ? Q is equal to NE. E എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ്. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.6 into 10 raised to minus 19 കൂളും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. കറണ്ട് അറിയണമെങ്കിൽ നമുക്ക് ക്യൂ അറിയണം അല്ലേ. I is equal to Q/T ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ക്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കറണ്ട് I equal to Q/T. അപ്പോൾ ടൈം നമുക്ക് 2 സെക്കൻഡും തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q is equal to N into E. അപ്പോൾ N എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 into 10 raised to 7. ഈ 20 into 10 raised to 6 തന്നെയാണ് 2 into 10 raised to 7 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 20 ഉള്ളത് 2 ആക്കിയപ്പോൾ ഒരു ഡെസിമൽ ലെഫ്റ്റിലേക്ക് നമ്മൾ പോയി. അപ്പോൾ 10 raised to 7 ആയി. 2 into 10 raised to 7 ഇൻറ്റു Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. സോറി, Q അല്ല, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 into 10 raised to minus 19 കൂളുംബ്. അപ്പോൾ N into E നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് Q എന്താ കിട്ടിയത്? 3.2 into 10 raised to minus 12 കൂളുംബ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് Q കിട്ടി. ഇനി I equal to Q/T ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I equal to Q/T, that is equal to 3.2 into 10 raised to minus 12 divided by ടൈം എത്രയാണ് തന്നിരിക്കുന്നത്? 2 മൈക്രോസെക്കൻഡ്. മൈക്രോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം അല്ലേ, 2 into 10 raised to minus 6 ആണ് മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 3.2 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6, 10 raised to minus 12. ഈ മൈനസ് 6 ന്യൂമറേറ്ററിൽ എഴുതുമ്പോൾ പ്ലസ് 6. അപ്പോൾ മൈനസ് 12 പ്ലസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 12 പ്ലസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to minus 6 ആംപിയേഴ്സ്. കറണ്ട് അല്ലേ, അപ്പോൾ ആംപിയേഴ്സ് ആണ് യൂണിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In which material electric current develop when an electric field is applied? ഇത് നോക്കൂ, ഒന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം. കണ്ടക്ടർ, വുഡൻ പീസ്, നോൺ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. ഏത് മെറ്റീരിയലാണ് ഇലക്ട്രിക് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ? In some materials like wooden piece and insulators, electrons are tightly bound അല്ലേ. They will not accelerate even when we applied electric field. വുഡൻ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ ഇലക്ട്രോൺസ് ടൈറ്റ്ലി ബൗണ്ട് ആണ്. നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഇല്ല. എത്ര ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താലും ഇലക്ട്രോൺസിന് ഫ്രീ ആവാനോ മൂവ് ചെയ്യാനോ പറ്റില്ല. ഇനി മെറ്റൽസ് പോലെയുള്ള മെറ്റീരിയൽസ് ആണെങ്കിലോ ഇലക്ട്രോൺസ് ആർ പ്രാക്ടിക്കലി ഫ്രീ ടു മൂവ് വിത്തിൻ ദി
ബൾക്ക് മെറ്റീരിയൽ. ആ മെറ്റീരിയലിൽ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ദീസ് മെറ്റീരിയൽസ് എന്താ വിളിക്കുക അതിനെ? ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് വിളിക്കും? കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും അല്ലേ? കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ആൻഡ് ഇതുപോലത്തെ കണ്ടക്ടിങ് മെറ്റീരിയൽ കണ്ടക്ടേഴ്സിലാണ് ഇലക്ട്രിക് കറണ്ട് ഡെവലപ്പ് ആവുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് കറണ്ട് ഡെവലപ്പ് ആവുന്നത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. In which conductors positive negative charges both can move? Options നോക്കൂ. നോൺ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ, പിന്നെ രണ്ടും ബോത്ത് എ ആൻഡ് ബി ആൻഡ് നൈദർ എ ആൻഡ് ബി. ഏതാണ്? ഇനി ഇലക്ട്രോലൈറ്റ്സിലാണ് ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജസ് ക്യാൻ മൂവ്. ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലാണ് കേട്ടോ. ഇനി അടുത്തത്, a current in a wire varies with the time according to the equation I is equal to 4 plus 2t, where I is ampere and t is in second. The quantity of charge which passes through a cross section of the wire during the time t is equal to 2 second to 6 second. ഓക്കെ, അപ്പോൾ ഐ തന്നിട്ടുണ്ട്. എന്താ ഐയുടെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. കാരണം ഐ എന്ന് പറഞ്ഞാൽ ടൈം വാരിയിങ് ആണ്, ടൈമിനനുസരിച്ച് മാറുന്നതാണ്. അപ്പോൾ ഒരു ഇക്വേഷൻസിൻ്റെ ഫോർമുല തന്നിരിക്കണേ 4 plus 2t, അതാണ് ഐ എന്ന് പറയുന്നത്. ഇനി ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് വിച്ച് പാസസ് ത്രൂ, ക്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് പാസസ് ത്രൂ a cross section of the wire during t is equal to 2 second to 6 second. 2 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ ആ ക്രോസ് സെക്ഷനിൽ കൂടി പാസ് ചെയ്യുന്ന ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 40, 48, 38, 43 കൂളും. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ഐയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. അപ്പോൾ ഡി ക്യൂ ഈക്വൽ ടു എന്താ? ഡി ക്യൂ ഈക്വൽ ടു ഐ ഡി ടി. സിമിലർ പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിരുന്നു അല്ലേ? ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഡി ടി. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു എന്താ? ചെറിയ ക്യൂ തന്നിട്ട് ഫുൾ ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ചെറിയൊരു എമൗണ്ട് തന്നിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഡി ക്യൂ ഇങ്ങനെ ക്യൂ ആയത് 2 സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഡി ക്യൂ, കുഞ്ഞു ക്യൂ ഒക്കെ കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് വലിയ ക്യൂ കിട്ടുന്നത്, ടോട്ടൽ ചാർജ് കിട്ടുന്നത്. ഇൻറ്റഗ്രൽ ഐ ഡി ടി ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ടോട്ടൽ ചാർജ് കിട്ടാൻ വേണ്ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഈ ഐക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഐയുടെ വാല്യൂ. എങ്ങനെയാണ്? ക്യൂ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഐ എന്ന് പറഞ്ഞാൽ 4 plus 2t ഡി ടി. ഈ ഡി ടി ആണ് ഇവിടെ. ഐക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് ഉണ്ട് അല്ലേ? എവിടെ മുതൽ എവിടം വരെയാണ് കണ്ടുപിടിക്കുന്നത്? 2 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 4നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഒരു കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ 0 കിട്ടും അല്ലേ? കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, കോൺസ്റ്റൻറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു വേരിയബിൾ വരികയാണ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് 4നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4t. ഓക്കെ, ആൻഡ് പ്ലസ് 2tനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴോ 2 ഇൻറ്റു ടി റേസ് ടു 1 എന്നല്ലേ അർത്ഥം. അപ്പോൾ ടി റേസ് ടു 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടി റേസ് ടു എന്നിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ടി റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ആണ്. ടി റേസ് ടു എന്നിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. അപ്പോൾ ടി റേസ് ടു 1 ആണ് ഇവിടെ, ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 1 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ടി റേസ് ടു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 2 ബൈ 2 ഡി ടി. ഇനി ഡി ടി അല്ല, സോറി, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ലിമിറ്റ് 2 to 6. അപ്പോൾ ഇവിടെ കണ്ടോ 2 ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ബാക്കി എന്താ ഉള്ളത്? 4t പ്ലസ് ടി സ്ക്വയർ ലിമിറ്റ് 2 to 6. എന്താണ് ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം, പിന്നെ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം അല്ലേ? അപ്പർ ലിമിറ്റ് കൊടുക്കാം ടി ഉള്ളവർക്കൊക്കെ
അപ്പർ ലിമിറ്റ് എത്രയാണോ അത് കൊടുക്കണം. അപ്പോൾ 4 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 6 പ്ലസ് ടി സ്ക്വയർ 6 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അതായത് ടി ഉള്ളവർക്കൊക്കെ ഇനി 2 കൊടുക്കണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആ മൈനസാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4 ഇൻറ്റു 2 അതായത് 8 പ്ലസ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടുന്നത്? 60 മൈനസ് 12 അതായത് 48 കൂളും. ഓക്കെ, 48 കൂളും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. യെസ്, 2 boys A and B are sitting at 2 points in a field. Both boys are sitting near assemblage of charged balls, each carrying charge plus 3 electron. A throws 100 balls per second towards B, while B throws 50 balls per second towards A. Simultaneously, find the current at the midpoint of A and B. Okay, നോക്കൂ. 2 boys A and B are sitting at 2 points in a field. Both boys are sitting near assemblage of charged balls, each carrying ഓരോ ബോളിൻ്റെയും ചാർജ് എത്രയാണ്? ഓരോ ബോളിൻ്റെയും ചാർജ് എന്ന് പറഞ്ഞാൽ Q ആണ് കേട്ടോ, പ്ലസ് 3E. എ എത്ര ബോളാണ് എറിയുന്നത്? എ ബിയിലേക്ക് എറിയുന്നത് 100 ബോൾസ് ആൻഡ് ബി എയിലേക്ക് എറിയുന്നതോ 50 ബോൾസ്. സൈമൾട്ടേനിയസ്ലി ആണ് എറിയുന്നത്, ഒരേ സമയത്താണ് എറിയുന്നത്. ഫൈൻഡ് ദി കറണ്ട് അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് എ ആൻഡ് ബി. കറണ്ട് അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് എ ആൻഡ് ബി. യെസ്, അപ്പോൾ കറണ്ട് ഫ്രം എ ടു ബി ആദ്യം കണ്ടുപിടിക്കാം. എ ബിയിലേക്ക് ബോൾ എറിയുന്നില്ലേ, അതിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ I1 എന്ന് എഴുതാം. I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dQ/dt ആണ് അല്ലേ? അതിൽ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടി നമുക്ക് 1 ആയിട്ട് എടുക്കാം. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, കറണ്ട് എന്ന് പറഞ്ഞാൽ Q/T ആണ്. അതിൽ ടി എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടൈം 1 സെക്കൻഡ് ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിന് ഈക്വൽ ആണ്. അപ്പോൾ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോളിൻ്റെ ചാർജ് പ്ലസ് 3E ആണ്. അങ്ങനത്തെ 100 ബോളുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ് കറണ്ട്? 100 ബോളുണ്ട് ഇൻറ്റു 3E. ഓക്കെ, അതേപോലെ തന്നെ ബിയിൽ നിന്ന് എയിലേക്കുള്ള കറണ്ട് എത്രയാണ്? ബി ടു എ I2 എന്ന് എഴുതാം. 50 ഇൻറ്റു 3E. 3E എന്ന് പറഞ്ഞാൽ ഓരോ ബോളിൻ്റെയും ഇൻഡിവിജ്വൽ ചാർജാണ്. ഓക്കെ, അപ്പോൾ ഇത് 300E, ഇത് 150E. ഓക്കെ, ഇനി നെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നെറ്റ് കറണ്ട് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300E മൈനസ് 150E. ഓക്കെ, 300E മൈനസ് 150E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150E ടുവേർഡ്സ് എവിടേക്കാ? കൂടുതൽ ബോൾ എറിഞ്ഞ ആളുടെ അടുത്തേക്ക് അല്ലേ? ടുവേർഡ്സ്. ഇപ്പോൾ എ ഇവിടെയാണ്, ബി ഇവിടെയാണെന്ന് വിചാരിക്കൂ. ഇവിടെ 100 ബോൾസ് ആണ് എറിയുന്നത്, ബി ടു എ 50 ബോൾസ് ആണ് എറിയുന്നത്. അപ്പോൾ 500E ടുവേർഡ്സ് റൈറ്റ്, ടുവേർഡ്സ് ബി. ഓക്കെ, ടുവേർഡ്സ് ബി. ഓക്കെ, ഇനി കറണ്ട് കണ്ടുപിടിക്കാം. ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 150 ഇൻറ്റു 1.6 ഇൻറ്റു 10 raised to minus 19. 150 ഇൻറ്റു 1.6 ഇൻറ്റു 10 raised to minus 19. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 2.4 ഇൻറ്റു 10 raised to minus 17 വരും. ഓക്കെ, ഡയറക്ഷൻ എവിടെ നിന്നാണ്? ഫ്രം എ ടു ബി.
ക്ലിയർ ആയല്ലോ? യെസ്. അടുത്ത പ്രോബ്ലം. In a hydrogen atom, an electron moves in an orbit of radius 5 into 10 raised to minus 11 meters with a speed of 2.2 into 10 raised to 6 meter per second. The equivalent current is. Okay, in a hydrogen atom, an electron moves in an orbit of radius 5 into 10 raised to minus 11. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ ഒന്ന് മനസ്സിൽ കുറിച്ചിടണം. ടൈം പീരീഡിൻ്റെ ഇക്വേഷനാണ് കേട്ടോ. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ, ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ 2πr ഡിവൈഡഡ് ബൈ v. 2πr ഡിവൈഡഡ് ബൈ v. ഓക്കെ, നമുക്കറിയാം അല്ലേ, എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരും. ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ഡിസ്റ്റൻസ് എടുക്കും നമ്മൾ? സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ലേ, അതാണ് 2πr. അപ്പോൾ ടി ഈക്വൽ ടു ഡി, ഡിസ്റ്റൻസ് ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്രയാ? 2πr അല്ലേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. 2πr ബൈ സ്പീഡിൻ്റെ v. ഓക്കെ, അങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. ടി ഈസ് ഈക്വൽ ടു 2πr ബൈ v. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടു, എല്ലാം തന്നിട്ടുണ്ട്. 2 ഇൻറ്റു 3.14 ഇൻറ്റു 6, റേഡിയസ് തന്നിട്ടുണ്ടല്ലോ. 5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 11 ഡിവൈഡഡ് ബൈ സ്പീഡ് തന്നിട്ടുണ്ടല്ലോ. 2.2 ഇൻറ്റു 10 റൈസ് ടു 6. ഓക്കെ, ഇത് ചെയ്ത് വരുമ്പോൾ 14.27 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 17 സെക്കൻഡ്സ്. 14.27 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 17 സെക്കൻഡ്സ് വരും. ഓക്കെ, യെസ്. ഇനി നമുക്ക് റെസിസ്റ്റേഴ്സിൻ്റെ, ഇൻറ്റേർണൽ റെസിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ നിങ്ങൾ റെസിസ്റ്റേഴ്സിൻ്റെ കാര്യം ഓർക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി റെസിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, 5 resistors are connected as shown in the figure. Find the equivalent resistance between the point B and C. ഫിഗർ കണ്ടല്ലോ, ബിയും സിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ളത് 5 ohm റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, പിന്നെ ഓപ്ഷൻസ് നോക്കിക്കോളൂ. 70/19, 19/70, 16/5, 15/8. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫിഗർ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻ ബ്രാഞ്ച് എ ഡി സി നോക്കൂ. എ ഡി സി, എ ബി സി ഡി ഇത് 10 ohms, ഇത് 9 ohms, ഇത് 5 ohms, ഇത് 7 ohms, ഇത് 3 ohms. ഓക്കെ, അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. പോയിന്റ് ബിക്കും ഇക്കും ഇടയ്ക്കുള്ള ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയ്ക്കുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സൈഡ് ഓക്കെ, ബി ആൻഡ് സി ഈ സൈഡ് ഓക്കെ, പക്ഷേ ഇത്രയും റെസിസ്റ്റേഴ്സ് ഇവിടെ ബി സി എന്നുള്ള പോയിന്റിൻ്റെ ഇടയ്ക്കുണ്ട്. ഓക്കെ, ബി സി എന്ന പോയിന്റിൻ്റെ ഇടയ്ക്ക് 5 ohms മാത്രമല്ല ഉള്ളത്. കണ്ടോ, ഇതൊക്കെ ബി സിൻ്റെ ഇടയ്ക്കുള്ളത് തന്നെയാണ്. അതാ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സീരീസ് ഉള്ളത് നോക്കാം. സീരീസ് ഉള്ളതെന്ന് പറയുമ്പോൾ എ ഡി സി എടുത്ത് നോക്കൂ. എ ഡി സി ഇത് രണ്ടും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ റെസിസ്റ്ററും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നോക്കൂ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നേരെ പോയി ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, പിന്നെ ഇതാ ഇവിടെ അവസാനിച്ചു അല്ലേ. ഞാൻ പറഞ്ഞ എ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും ജോയിൻ്റ് ആവുന്നില്ലല്ലോ. ഈ രണ്ട് റെസിസ്റ്ററിൻ്റെയും ഒരു സൈഡ് ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡോ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് കണക്ഷനാണ്? സീരീസ് കണക്ഷനാണ്.
ഓക്കെ, അപ്പോൾ നമുക്കതിന് R1 എഴുതാം. R1 എന്ന് പറഞ്ഞാൽ 7 ohm + 3 ohm. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? സീരീസ് ആയിട്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വെറുതെ ആഡ് ചെയ്യണം. 7 ohm + 3 ohms, ദാറ്റ് ഈസ് 10 ohms. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് എന്തായി? 10 ohms ആയി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഒന്നാക്കി. ഇതാ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നിൽക്കുന്ന പോലെയായി. 10 ohmസിൻ്റെ ഒരു റെസിസ്റ്റർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് 10 ohm. ഇനി ഇത് രണ്ടും കൂടി നോക്കിയേ. എ സിയുടെ ഇടയ്ക്കുള്ളത്, എ സിയുടെ ഇടയ്ക്ക് ഇത് രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഓരോ അറ്റം ഇവിടെ കൂടിയിട്ടുണ്ട്, ഇപ്പുറത്തറ്റം ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്ത് കണക്ഷനാണ്? ഇത് രണ്ടും പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? R1 R2 / R1 + R2. ഓർമ്മ ഉണ്ടാവും എന്ന് കരുതുന്നു. എങ്ങനെയാണത് വന്നത്? 1/R = 1/R1 + 1/R2 എന്ന് പറഞ്ഞ് പഠിച്ചത് ഓർമ്മയില്ലേ? അങ്ങനെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LCM എടുത്ത് എഴുതുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. R1 R2 / R1 + R2. അത് വെച്ചിട്ട് നമുക്ക് ഈ എയുടെയും സിൻ്റെയും ഇടയ്ക്കുള്ള ഈ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ R1 R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 10 ഡിവൈഡഡ് ബൈ 10 + 10. അപ്പോൾ എത്ര വരും? 100 ഡിവൈഡഡ് ബൈ 20, ദാറ്റ് ഈസ് 5 ohms. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ട് എന്ത് കണക്ട് ചെയ്ത പോലെയായി? ഇപ്പോൾ ഇവിടെ ഒരു 5 amps റെസിസ്റ്റർ കണക്ട് ചെയ്ത പോലെ. നമുക്ക് ഏതിൻ്റെ ഇടയ്ക്കാണ് കണ്ടത്? ബിൻ്റെയും സിൻ്റെയും ഇടയ്ക്കുള്ള ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി എന്തൊക്കെ ബാക്കിയുണ്ട്? ഇത്രയും ബാക്കിയുണ്ട്. ഇതിലേ പോയി ഇതിലേ വരണം. ബിയിൽ നിന്ന് തുടങ്ങി സിയിൽ അവസാനിക്കണമെങ്കിൽ ഇതിലേ പോയി ഇതിലേ വന്നാൽ മതി. ഇപ്പോൾ ഇത് രണ്ടും എന്ത് ടൈപ്പ് കണക്ഷനാണ്? ഇത് രണ്ടും 9 ohmസും 5 ohmസും സീരീസ് കണക്ഷനാണ് അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു എൻഡ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡ് 2 പോയിന്റിലാണ്. അത് സീരീസ് ആയിട്ട് നേരെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 5 + 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ohms. അപ്പോൾ ഇത് രണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. എന്തുമായിട്ട്? 14 ohmസിൻ്റെ ഒരു റെസിസ്റ്റർ. ഇപ്പോൾ ബിൻ്റെയും സിൻ്റെയും ഇടയ്ക്ക് എത്ര പേരുണ്ട്? 2 റെസിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഹൗ ദേ ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ? സീരീസ് ആണോ പാരലൽ ആണോ? അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? രണ്ടും ബിൻ്റെയും സിൻ്റെയും ഇടയ്ക്ക് പാരലൽ ആണ് അല്ലേ? രണ്ടിൻ്റെയും ഒരറ്റം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, രണ്ടിൻ്റെയും മറ്റേ അറ്റം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് പാരലൽ. പാരലൽ ആണെങ്കിൽ എഗെയിൻ ഇതുപോലെ തന്നെ ഈക്വലൻ്റ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 R2 ഡിവൈഡഡ് ബൈ R1 + R2. അതിൽ R1 R2 14 × 5 ഡിവൈഡഡ് ബൈ 14 + 5 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 70 ഡിവൈഡഡ് ബൈ 19. ഓപ്ഷനിലുണ്ട് ഈ ഒരു ആൻസർ 70/19. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓർമ്മ വന്നോ? ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. 9th യെസ്. അപ്പോൾ ഒരു പ്രോബ്ലം കൂടി ചെയ്താലോ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. What is the safest voltage you can put across 98 ohms 0.5 watt resistor? What is the safest voltage you can put across a 98 ohms 0.5 watt resistor? ഓക്കെ, അപ്പോൾ എന്തൊക്കെ തന്നിരിക്കണേ? റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, അതിൻ്റെ പവറും തന്നിട്ടുണ്ട്. വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലാണ്? വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് സേഫസ്റ്റ് വോൾട്ടേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? തന്നിരിക്കുന്നത് പവർ, പിന്നെ റെസിസ്റ്റൻസ്, ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ്, PRV. ഇത് മൂന്നും കൂടി കണക്ട് ചെയ്യുന്ന ഏത് ഇക്വേഷൻ നിങ്ങൾക്കറിയാം? ഏത് ഇക്വേഷൻ അറിയാം? പവറിൻ്റെ ഇക്വേഷൻ. ഇതൊക്കെ വരുന്ന പവറിൻ്റെ ഇക്വേഷൻ ഏതാ? P = V² / R അല്ലേ?
P is equal to V square by R. അതിൽ നിന്ന് V square equal to PR. PR. നോക്കൂ, V square equal to ഈ ആറിനെ ഇവിടെ എഴുതി PR. അപ്പോൾ V is equal to root of PR. ഇത്രയേ ഉള്ളൂ. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. റൂട്ട് ഓഫ് 0.5 ഇൻറ്റു 98. എത്രയാണ് വരുന്നത്? റൂട്ട് ഓഫ് 49. റൂട്ട് 49 എത്രയാ? 7 വോൾട്ട്. 7 വോൾട്ടാണ് അവിടെ വോൾട്ടേജ്. 7 വോൾട്ട് വരെ നമുക്ക് സേഫായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, 7 വോൾട്ടിനേക്കാളും മുകളിലാണ് വോൾട്ടേജ് എന്നുണ്ടെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ഡാമേജ് ദ റെസിസ്റ്റർ. ഇത് വെച്ചിട്ട് നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിച്ചു. 7 വോൾട്ടാണ് അവിടെ പരമാവധി യൂസ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ്. ഓക്കെ, യെസ്. അടുത്ത പ്രോബ്ലം. ഫിഗർ ഷോസ് എ നെറ്റ്വർക്ക് ഓഫ് 8 resistors each equal to 2 ohms connected to 3 volt battery of a negligible internal resistance. The current I in the circuit. സർക്യൂട്ട് നോക്കൂ, നല്ല പാറ്റേൺ ആണല്ലേ. ഇതിൽ നിന്നും കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ്? സീരീസ് ആയിട്ട് 3 റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ നിന്നൊരു റെസിസ്റ്റർ, ഇവിടെ നിന്നൊരു റെസിസ്റ്റർ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ ആൻഡ് ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 3 വോൾട്ട്. A, B, C, D, E, F. കറണ്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കിത് നേരത്തെ റെസിസ്റ്ററിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് സോൾവ് ചെയ്യാം. ഓക്കെ, യെസ്. ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം നോക്കൂ. ഈ AB, BC, CD ഇത് മൂന്നും ഇങ്ങനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഓരോ റെസിസ്റ്റേഴ്സും 2 ohms എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 3 കൂടി കഴിഞ്ഞാൽ 6 ohms റെസിസ്റ്റൻസ് വരും. ഇവിടെ നോക്കിയേ, AE, EF, FD ഇത് മൂന്നും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നേരെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എത്രയാണ് വരിക? 6 ohms. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കിതിങ്ങനെ നേരെ എടുക്കാൻ പറ്റുമെന്ന്. ഞാൻ ഫൈനൽ റെസിസ്റ്റൻസ് അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കൂ, ഈ പോകുന്ന കറണ്ട് ഈ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 6 ohm റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഇവിടെ 6 ohm റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഈ 2 റെസിസ്റ്റേഴ്സിന് യാതൊരു വാല്യൂ ഇല്ല മീൻസ് ദിസ് ഇസ് ഇൻഎഫക്റ്റീവ്. വൈ ഇറ്റ് ഈസ് ഇൻഎഫക്റ്റീവ്? ഈ 2 പാത്തും സെയിം റെസിസ്റ്റൻസ് ആണ്. ഈസി പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാത്ത് ഇല്ല അല്ലേ? കറണ്ടിന് ഈസി പാത്ത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ പാത്തിലൂടെ കറണ്ട് പോവുള്ളൂ. ബട്ട് ഇവിടെ ഈ പാത്തിലും 6 ohms ആണ്, ഈ പാത്തിലും 6 ohms ആണ്. സോ ഈ 2 റെസിസ്റ്റേഴ്സ് ഇവിടെ ഇൻഎഫക്റ്റീവ് ആണ്. അപ്പോൾ ഇതിവിടെ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. ഇനി നമുക്ക് ഇത്രയും കൺസിഡർ ചെയ്താൽ മതി, ഇതും. അപ്പോൾ ഇത് നേരെ കണക്ട് ചെയ്യും. ഇത് സീരീസ് ആണ്, അപ്പോൾ 6 ohms. ഇത് സീരീസ് ആണ്, അപ്പോൾ 6 ohms. ഇനി ഇതും എങ്ങനെയാണ്? ഇതും സീരീസ് ആണ്, പാരലൽ ആണ്. അപ്പോൾ R is equal to R1 R2 by R1 plus R2. 6 into 6 divided by 6 plus 6, അതായത് 36 by 12. That is equal to 3 ohms. Okay, that is equal to 3 ohms. സിമ്പിൾ അല്ലേ? യെസ്. ഈ കാര്യം മാത്രമേ ഇതിൽ ഒന്ന് പുതുതായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളൂ. 2 പാത്തും സെയിം റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വെച്ചിട്ടുള്ള റെസിസ്റ്റേഴ്സ് ഇൻഎഫക്റ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഒരു ചെറിയ കാര്യം പഠിക്കാനുണ്ട്. നിങ്ങൾ മുന്നേ പഠിച്ചതാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ ബാറ്ററി. അതിൻ്റെ ഇക്വേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. കൺസെപ്റ്റ് നിങ്ങൾ റെഗുലർ ട്യൂഷനിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കും. ഓക്കെ, ഇൻറ്റേർണൽ റെസിസ്റ്ററിൻ്റെ
ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ R ഈക്വൽ ടു ക്യാപിറ്റൽ R E/V -1. ഓക്കെ, R ഇൻറ്റു E/V -1. ഇതിൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്ന റെസിസ്റ്റൻസ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF ഓഫ് ദി സെല്ല് ആൻഡ് V ഈസ് ദി വോൾട്ടേജ് ഓഫ് ദി സെല്ല്. ഓക്കെ, ഇത് I അല്ല, 1 ആണ്. ഓക്കെ, R എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? EMF ഓഫ് ദി സെൽ. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ്. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R ഇൻറ്റു E/V -1. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്താലോ? ഇനി വേറൊരു ഇക്വേഷൻ കൂടി ഓർത്ത് വെച്ചോ, ഇതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യുന്നതാണ്. V ഈസ് ഈക്വൽ ടു E മൈനസ് IR. ഓക്കെ, V ഈസ് ഈക്വൽ ടു E മൈനസ് I ഇൻറ്റു R. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇല്ലെങ്കിൽ ഇതിനെ തന്നെ E ഡിവൈഡഡ് ബൈ R പ്ലസ് R ഇൻറ്റു R. ഓക്കെ, V ഈസ് ഈക്വൽ ടു IR. അതിൽ നമുക്ക് ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഇക്വേഷനിൽ എത്തുന്നത്. E ഡിവൈഡ് ബൈ R പ്ലസ് സ്മോൾ r ഇൻറ്റു R. ഇത് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ്. V ഈസ് ഈക്വൽ ടു E മൈനസ് IR അല്ലെങ്കിൽ E ഡിവൈഡ് ബൈ R പ്ലസ് R ഇൻറ്റു R. ഈ 3 ഇക്വേഷൻ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. യെസ്, the internal resistance of 2.1 volt cell which gives a current of 0.2 amps through the resistance of 10 ohm is. The internal resistance of 2.1 volt which gives a current of 0.2 amps through a resistance of 10 ohms. Okay, the internal resistance of 2.1 volt. Okay, sorry, 2.1 volt. അപ്പോൾ internal resistance ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇക്വേഷൻ. ഏത് ഇക്വേഷനാണ്? I ഉള്ള ഇക്വേഷൻ. I ഉണ്ട്. I ഉള്ള ഇക്വേഷൻ ഏതാ? I ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ R പ്ലസ് R. ഓക്കെ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E ഡിവൈഡഡ് ബൈ R പ്ലസ് R. ഇനി ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നിന്ന് E ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്? E അറിയില്ലെങ്കിൽ E ഈക്വൽ ടു എന്ത് എഴുതാം? I ഇൻറ്റു R പ്ലസ് R എന്ന് എഴുതാം അല്ലേ? V ഈസ് ഈക്വൽ ടു IR എന്ന് നമുക്കറിയാലോ. V ഈസ് ഈക്വൽ ടു IR. അതുപോലെ തന്നെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇയും വിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? V ഈസ് ഈക്വൽ ടു IR. അതേ ആ വിയുടെ സ്ഥാനത്ത് E എഴുതുകയാണെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടി ഇതിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, വോൾട്ടേജ് എന്നുള്ളത് EMF ആവുമ്പോൾ എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യണം? ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ വിയും ഇയും തമ്മിൽ. വോൾട്ടേജും EMFും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വോൾട്ടേജും EMF, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഇൻക്ലൂഡിങ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF ആണ് തന്നിരിക്കുന്നത് നമുക്ക്. സെൽ ഓഫ് ഹാവിങ് 2.1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E തന്നിട്ടുണ്ട്. 2.1 ഈസ് ഈക്വൽ ടു 0.2 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 10. R തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ 10 പ്ലസ് R ഈക്വൽ ടു ഇതിന് ഇവിടേക്ക് കൊണ്ടുവരാം. 10 പ്ലസ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.1 ഡിവൈഡഡ് ബൈ 0.2.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കളയാൻ വേണ്ടി നമ്മളൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടത്? ഈ ഡെസിമൽ നമുക്ക് അറിയില്ല ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എത്ര ഡെസിമൽ ഉണ്ട്? ഒരു ഡെസിമൽ. അപ്പോൾ ഇൻറ്റു ഒരെണ്ണം ഉള്ളൂന്നുണ്ടെങ്കിൽ ഇൻറ്റു 10 മുകളിലും താഴെയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ എന്ത് വരും? 21 വരും. ഡിവൈഡഡ് ബൈ ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 2 വരും. അപ്പോൾ 21/2 ചെയ്താൽ മതി. 21/2. ഓക്കെ, ഇനി r കണ്ടുപിടിക്കാൻ സ്മോൾ r ആണ് ഇവിടെ. ഇനി സ്മോൾ r കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? ഈ +10നെ -10 ആക്കിയാൽ മതി. 21/2 -10. യെസ്, എത്ര കിട്ടുന്നത്? 0.5 ohms കിട്ടിയോ? 0.5 ohms. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Yes. Next question. A cell has an EMF of 2 volt and the internal resistance of the cell is 0.1 ohms. Is connected to resistance of 3.9 ohms. The voltage across the cell is. Voltage തന്നെയാണ് ഇതിലും കണ്ടുപിടിക്കാനുള്ളത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. എന്തൊക്കെയാണ്? നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു സെല്ലുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ EMF ഓഫ് ദി സെല്ല് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 വോൾട്ട്. പിന്നെയോ ഇന്റേണൽ റെസിസ്റ്റൻസ് 0.1 ohms. അതെവിടെയാ? ഇതിൻ്റെ ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ 0.1 ohms is connected to a resistance of 3.9 ohms. 3.9 ohms റെസിസ്റ്ററിൻ്റെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു. ദ വോൾട്ടേജ് അക്രോസ് ദി സെൽ. ഈ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഇക്വേഷൻ? വിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. V = E - IR. യെസ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ആണ്, സ്മോൾ r. R എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി കറണ്ട്. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടിന് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. കറണ്ടിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? E ഡിവൈഡഡ് ബൈ R + R. ഓക്കെ, ഈ ഇക്വേഷൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E ഡിവൈഡ് ബൈ R + R. നമുക്ക് മുന്നേ ഓംസ് ലോ വെച്ചിട്ട് എന്താ കറണ്ട്? I = V/R. ഇവിടെ വിക്ക് പകരം ഇന്റേണൽ EMF ആവുമ്പോൾ റെസിസ്റ്റൻസിന് പകരം എന്ത് വരും? ടോട്ടൽ റെസിസ്റ്റൻസ്. തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെ. I = V/R ആണ്. അതേ സ്ഥാനത്ത് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ബാറ്ററിയുടെ കേസാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ EMFും ടോട്ടൽ റെസിസ്റ്റൻസും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിവിടെ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ V = എന്ത് വരും? E - IR എന്നുള്ളവർക്ക് E/R + R × R. ഓക്കെ, E ഡിവൈഡ് ബൈ R + R × R. യെസ്, ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. V = E- അപ്പോൾ 2 - 2 ഡിവൈഡഡ് ബൈ 3.9 + 0.1 × 0.1. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? ഇതാണ് V വരുന്നത്. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 1.95 വോൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, 1.95 വോൾട്ട്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇനി നമുക്ക് 2 പ്രധാനപ്പെട്ട റൂൾസ് പഠിക്കാം. കിർച്ചോഫ് റൂൾസിൻ്റെ തന്നെ 2 ഭാഗമാണ്, ലൂപ്പ് റൂളും ജംഗ്ഷൻ റൂളും. ഓക്കെ, കിർച്ചോഫ് റൂളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. കിർച്ചോഫ് റൂൾ. അതിൽ ഫസ്റ്റ് റൂള് ജംഗ്ഷൻ റൂളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ I എന്ന് പറഞ്ഞാൽ ടോട്ടൽ I = 0.
ടോട്ടൽ കറണ്ട് സീറോ. എവിടെ? അറ്റ് എനി ജംഗ്ഷൻ ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ് ദ സം ഓഫ് കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദ സം ഓഫ് കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. ജസ്റ്റ് സാധാരണ ഒരു ജംഗ്ഷൻ ആലോചിച്ചാൽ മതി. സാധാരണ ഒരു ജംഗ്ഷനിൽ എങ്ങനെയാണ്? അവിടെ ആരും സ്റ്റേ ചെയ്യുന്നില്ലല്ലോ. ഏതൊക്കെ വെഹിക്കിൾസ് ആണ് അവിടെ വരുന്നത് അത് അവിടെ വിട്ടു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ, ഈ ജംഗ്ഷനിലേക്ക് എത്തുന്ന കറണ്ടും ഈ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ടോട്ടൽ കറണ്ട് അറ്റ് ദി ജംഗ്ഷൻ ഈസ് സീറോ. എന്തുകൊണ്ടാണ് അറ്റ് ദി ജംഗ്ഷൻ ടോട്ടൽ കറണ്ട് സീറോ ആവുന്നത്? എന്തുകൊണ്ടാണ്? കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഇപ്പോൾ ഇത് I1 ആണ്, ഇത് I2 ആണ്, ഇത് I3, I4 ആൻഡ് I5. കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? I1 പ്ലസ് I2 പ്ലസ് I3. കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഇങ്ങോട്ട് വരുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ ഏതൊക്കെയാ? I4 പ്ലസ് I5. ഓക്കെ, അപ്പോൾ I1 I2 I3 ചെയ്ത് കിട്ടുന്ന സമ്മും I4 I5 ചെയ്ത് കിട്ടുന്ന ഇത് രണ്ടിൻ്റെ സമ്മും സെയിം ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? I1 പ്ലസ് I2 പ്ലസ് I3 മൈനസ് I4, ഇത് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് I4 മൈനസ് I5 ഈക്വൽ ടു 0. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 0 കിട്ടണം അല്ലേ? ഈ ഈക്വലിൻ്റെ ഇപ്പുറത്തുള്ള I4നെ ഇവിടെ എഴുതിയപ്പോൾ മൈനസ് ആയി, ഈ പ്ലസ് I5ന് ഇപ്പുറത്ത് എഴുതിയപ്പോൾ മൈനസ് ആയി. അപ്പോൾ ടോട്ടൽ കറണ്ട് ഇൻ എ ജംഗ്ഷൻ ഈസ് 0. അതാണ് ജംഗ്ഷൻ റൂള്. ഇനി ലൂപ്പ് റൂള് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ജംഗ്ഷൻ റൂൾ സിമ്പിൾ അല്ലേ? ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. ഇനി ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ IR. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ചാൽ മതി. V ഈസ് ഈക്വൽ ടു IR എന്നറിയില്ലേ? അപ്പോൾ ടോട്ടൽ EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് ചെയ്ത് കിട്ടുന്നതിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. ദ ആൾജിബ്രായിക് സം ഓഫ് ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഇൻവോൾവിംഗ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽസ് ഇൻ ദ ലൂപ്പ് ഈസ് 0. ഓക്കെ, സിഗ്മ ഇ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ടോട്ടൽ EMF ഇൻ എ സെൽ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ കറണ്ട് ആൻഡ് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. എല്ലാ കറണ്ടും റെസിസ്റ്റേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിൻ്റെ സമ്മായിരിക്കും ടോട്ടൽ EMF എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലെങ്കിൽ സാരമില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമുക്കിത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്താലോ? 5 conductors are meeting at a point X as shown in the figure. What is the value of current in the fifth conductor? ഫിഫ്ത്ത് കണ്ടക്ടറിലുള്ള കറണ്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരെണ്ണത്തിൻ്റെ വാല്യൂ മാത്രമേ ഇതിൽ എഴുതാത്തതുള്ളൂ അല്ലേ? യെസ്. എന്തൊക്കെയാണ് ഇവിടെ? ഇങ്ങനെ 1 2 3 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇത് എൻറ്ററിയാണ് 5 amps, ഇതും എൻറ്ററിയാണ് 4 amps. ഇത് ലീവിയാണ്, ജംഗ്ഷനിൽ നിന്ന് ലീവിയാണ് 3 amps. ഇതും ലീവിയാണ് 5 amps. ഇത് ലീവിയാണെന്ന് ഏറെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ വാല്യൂ കൊടുത്തിട്ടില്ല X. അത് കണ്ടുപിടിക്കണം അല്ലേ? ഇവർ രണ്ടുപേരും എൻറ്റർ ചെയ്യുന്ന കറണ്ടാണ്, ഇതെല്ലാം ലീവ് ചെയ്യുന്ന കറണ്ടാണ്. അതിൽ Xൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യുന്നത്? കിർച്ചോഫ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ? ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 5 amps പ്ലസ് 4 amps, ഇത് രണ്ടും എന്തുകൊണ്ടാണ് പ്ലസ് ആയിട്ട് എടുത്തിരിക്കണേ? ദാറ്റ് ഈസ് കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ. കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ 5 + 4, പിന്നെ അത് എന്ത് വരും? മൈനസ് വരും, കാരണം ദേ ആർ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. -3 -5 -X. ഇത് രണ്ടും കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷനാണ്, അതുകൊണ്ട് +5 + 4 ഇതൊക്കെ ലീവിങ് ദ ജംഗ്ഷനാണ്. +3 + 5 -3 -5 -X. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? കിർച്ചോഫ് റൂൾ വെച്ചിട്ട് 0 കിട്ടണം. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ X എന്ത് വരണം നോക്കൂ? 9 - 3 6 6 - 5 1 1 - X = 0. അപ്പോൾ X = എന്താ വരുന്നത്? X = എന്താ വരുന്നത്?
സി 1 എന്നാണോ നിങ്ങൾക്ക് മനസ്സിൽ വന്നത്? യെസ്, എക്സ് ഈക്വൽ ടു 1. പക്ഷേ എക്സിൻ്റെ സൈൻ എന്തിടണം നമ്മൾ? ഇറ്റ് ഈസ് ലീവിങ് ദ ജംഗ്ഷൻ, സോ -1. ഓക്കെ, കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ ആണ്, സോ ഇറ്റ് ഈസ് -1. ഓക്കെ, അടുത്തത് ദ ആൾജിബ്രായിക് സം ഓഫ് ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ around any closed loop involving resistors and cells in the loop is dash. ഇതിപ്പോൾ നമ്മൾ പഠിച്ച സെക്കൻഡ് റൂളാണ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്? The algebraic sum of changes in potential around any loop involving resistors and cells is 0. അടുത്ത question. In the circuit given here, the points A, B, C are 70 volt, 0, 10 volt respectively. Then options ഏതാണ് ശരിയെന്ന് നോക്കാം. The point D will be at a potential of 60 volt. The point D will be at a potential 20 volt. Current in the path AD, DB and DC are in the ratio of 1:2:3. The current in the path AD, DB, DC are in the ratio of 3:2:1. ഇതിലേതാണ് കറക്റ്റ് എന്ന് നമുക്ക് നോക്കാം. കിർച്ചോഫ് റൂളിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ളത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി അല്ലേ. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. 10 ohms, 20 ohms, 30 ohms. ഓക്കെ, അപ്പോൾ ഇതിൽ പോയിൻ്റ് ഡിയിലുള്ള പൊട്ടൻഷ്യൽ രണ്ട് ഓപ്ഷൻ അതാണ്. പോയിൻ്റ് ഡിയിലുള്ള പൊട്ടൻഷ്യൽ 60, 20 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അത് എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എന്ത് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക? ജംഗ്ഷൻ റൂൾ വെച്ചിട്ട് തന്നെ. ജംഗ്ഷൻ റൂളിൽ എന്താ പറയുന്നത്? കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. അപ്പോൾ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് അറിയാം? നോക്കൂ, ഇത് 70 വോൾട്ടാണ്, ബി എന്ന് പറയുന്നത് 0 വോൾട്ടും ഇത് 10 വോൾട്ടുമാണ്. എവിടെയാണ് ഹയർ പൊട്ടൻഷ്യൽ? 70 വോൾട്ട്. സോ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നായിരിക്കും കറണ്ട് എൻറ്റർ ചെയ്യുന്നത്? ദിസ് ഈസ് ദി കറണ്ട് എൻറ്ററിങ് ഡയറക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് 70 വോൾട്ട്. ഇത് രണ്ടും ലോവർ വോൾട്ടേജ് ആണ്, ഇത് ഹയർ വോൾട്ടേജ് ആണ്. അപ്പോൾ ഡയറക്ഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം. കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഏത് ബ്രാഞ്ചിൽ കൂടിയായിരിക്കും? ഈ ബ്രാഞ്ചിൽ കൂടിയായിരിക്കും കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ. ഇത് രണ്ടും കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. കറണ്ട് എൻറ്റർ ചെയ്യുന്നത് ഇത് നമുക്ക് I1 എഴുതാം. I1, ഇവിടെ ഉള്ളത് I2, ഇവിടെ ഉള്ളത് I3. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു I2 പ്ലസ് I3. മനസ്സിലായല്ലോ? സോറി, എല്ലാം സ്മോൾ ലെറ്റർ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈക്വൽ ടു കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. ഇത് രണ്ടും ലീവിങ് ദ ജംഗ്ഷനാണ്. അപ്പോൾ I1 ഈക്വൽ ടു I2 പ്ലസ് I3. ഇനി ഇതിൽ I1, I2, I3 ഒന്നും തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം I ഈസ് ഈക്വൽ ടു V/R. വിയും ആറും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R. I1 എവിടം തൊട്ട് എവിടം വരിക? ഇവിടെ മുതൽ ഇവിടം വരെ. എ എന്നുള്ള പോയിന്റിൻ്റെ പൊട്ടൻഷ്യൽ അറിയാം, 70 വോൾട്ട്. ഡി എന്നുള്ള പോയിന്റിൻ്റെ പൊട്ടൻഷ്യൽ അറിയോ? അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാം. I1 എന്ന് പറഞ്ഞാൽ V/R ആണ്. ഈ ഇതിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എന്താണ്? VA മൈനസ് VD. I1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കാണ് ഒഴുകുന്നത്. അപ്പോൾ VA മൈനസ് VD, പൊട്ടൻഷ്യൽ അറ്റ് എ മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് ഡി, അതാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. VA മൈനസ് VD ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇടയ്ക്കുള്ള റെസിസ്റ്റർ എത്രയാണ്? 10. ഓക്കെ, അതുപോലെ തന്നെ I2 എന്ന് പറഞ്ഞാൽ എന്താണ്? VD മൈനസ് VB ഡിവൈഡഡ് ബൈ 20. നോക്കൂ, VD മൈനസ് VB ഡിവൈഡ് ബൈ 20, അതാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ്.
വി ഡി മൈനസ് വി ബി ബൈ 20. ഇനി I3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി മൈനസ് വി സി ഡിവൈഡഡ് ബൈ 30. വി ഡി മൈനസ് വി സി ഡിവൈഡ് ബൈ ഇതിൻ്റെ ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് 30. യെസ്, ഓക്കെ. ഇനി നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, മാർക്കിൻ്റെ ഇരുന്നില്ല അല്ലേ. I1 ഈക്വൽ ടു I2 പ്ലസ് I3. I1 അപ്പോൾ നമുക്ക് വി എയുടെ വാല്യൂ നമുക്കറിയാം 70 അല്ലേ. 70 മൈനസ് വി ഡി ബൈ 10. 70 മൈനസ് വി ഡി ബൈ 10. വി എ അറിയാം. ഇനി ഇവിടെ I2 എന്ന് പറഞ്ഞാൽ വി ഡി അറിയില്ല, വി ബി നമുക്കറിയാം. അത്ര 20. അപ്പോൾ 70 മൈനസ് 20 ഡിവൈഡഡ് ബൈ 20. ശരിയല്ലേ? സോറി, വി ഡി നമുക്കറിയില്ല, വി ഡി എന്ന് തന്നെ എഴുതണം കേട്ടോ. വി ഡി നമുക്കറിയില്ല, വി ബി 20 ആണ്, ബൈ 20 പ്ലസ് ഇവിടെ എങ്ങനെയാണ് വി ഡി മൈനസ് വി സി ബൈ 30. വി ഡി അറിയില്ല, മൈനസ് വി സി എത്രയാ? വി സി 30 അല്ലേ, ഡിവൈഡഡ് ബൈ 30 അല്ല 10. ഇതാണ് വി സി. അപ്പോൾ വി ഡി മൈനസ് 10 ബൈ 30. അപ്പോൾ അത് നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 7 ഈ -1 ഇപ്പുറത്ത് വരുമ്പോൾ +1, -1/3 ഇവിടെ വരുമ്പോൾ +1/3 ഈക്വൽ ടു വി ഡി ബൈ 20 പ്ലസ് വി ഡി ബൈ 30. ഈ മൈനസ് വി ഡി ബൈ 10 ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് വി ഡി ബൈ 10. ഇതിൻ്റെ LCM എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് സോൾവ് ചെയ്യാം. ചെയ്തു വരുമ്പോൾ വി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വോൾട്ട് കിട്ടും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കിട്ടി 40. ഡി എന്നുള്ള പോയിന്റിൻ്റെ വോൾട്ടേജ് 40 വോൾട്ട്. അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷൻ അല്ല അല്ലേ, ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അല്ല, കാരണം 16 20 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കി 2 ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാം. നമുക്ക് അവിടുത്തെ വോൾട്ടേജ് കിട്ടിയ സ്ഥിതിക്ക് I1 I2 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അത് റേഷ്യോ അല്ലേ പറഞ്ഞിരിക്കണേ. I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ്. 70 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡഡ് ബൈ 10. നമ്മൾ ആദ്യം എഴുതിയിരുന്നില്ലേ I1 ഇക്വേഷൻ, വി ഡി മൈനസ് വി എ ബൈ 10. അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ. 70 മൈനസ് 40 ബൈ 10 എത്രയാണ് വരുന്നത്? 3 ആംപ്സ്. ഇനി I2 എന്ന് പറഞ്ഞാൽ എത്രയാ? I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മൈനസ് 0, 40 ഡിവൈഡഡ് ബൈ 20, 2 ആംപ്സ്. I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇവിടെ 10 ഇവിടെ 40. അപ്പോൾ 40 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡഡ് ബൈ 30, 1 ആംപ്സ്. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ എന്താണ്? 3:2:1. ഓപ്ഷൻ ഡിയിലാണ് ഇങ്ങനെ പറയുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. യെസ്, അപ്പോൾ പഴയതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലോണം ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൽ പൊട്ടൻഷ്യോമീറ്റർ, അതുപോലെ തന്നെ മീറ്റർ ബ്രിഡ്ജ്, അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഗുഡ് നൈറ്റ്.